പൃഥ്വിരാജ് നിർമ്മിച്ച നായകനായി അഭിനയിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ബൗൺസർമാർ അഴിഞ്ഞാടുന്നെന്ന് പരാതി. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇവർ മർദ്ദിച്ചെന്ന് പരാതിയുണ്ട്. ബൗൺസർമാർ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നും ആരോപണമുണ്ട്. കളമശ്ശേരി FACTയിലാണ് പൃഥ്വിരാജ്, ബേസിൽ എന്നിവർ നായകന്മാരായെത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. ഈ സെറ്റിലാണ് ജൂനിയർ ആർട്ടിസ്റ്റുമാർ ബൗൺസർമാരിൽ നിന്നും പീഡനം അനുഭവിക്കുന്നത്. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ വിടില്ല. ചോദ്യം ചെയ്യുന്നവരെ മർദ്ദിച്ചവശരാക്കും. പുതിയൊരു ബൗൺസർ വന്നിട്ടുണ്ടായിന്. ഒരു 19 വയസ്സുള്ളൊരു ചെക്കനാണ്. അപ്പോൾ അവൻ ആ ചേട്ടനൊരു കല്ലുകൊണ്ട് ആ ചേട്ടൻ്റെ പല്ലിനൊന്ന് അടിക്കേണ്ടായി. അത് ചോദിക്കാൻ പോയാൽ അവരതൊക്കെ ആ ക്രൂവിലെ മെമ്പേഴ്സിനെ അത് പിടിച്ചില്ല. അപ്പോൾ അവർ പ്രത്യേകം ആ പ്രതികരിച്ച ആൾക്കാർക്കെതിരെ അവർ നിയമ നടപടിയെടുക്കാൻ തുടങ്ങി. മർദ്ദനമേറ്റവരെ പരാതി നൽകാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെത്തിയ പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റുമാർ പറയുന്നു. തല്ലി പുറ സൈഡിൽ കഴുത്തിൻ്റെ ഇതിലെ കൂടി അടിച്ചു, പിന്നെ തലയിലെ കൂടെ ഇവിടെ സൈഡിലടിച്ചു. പിന്നെ അപ്പോൾ തന്നെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. കുറച്ച് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട കുറച്ച് ടീം വന്നിട്ട് ആക്രമിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കൂട്ടത്തോടെ വന്നിട്ടുള്ള ആക്രമണമായിരുന്നു. സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ ബൗൺസർമാർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്നും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നെന്നും പരാതിയുണ്ട്. മീഡിയ 1 കൊച്ചി. കൗതുക കാഴ്ചയായി കോതമംഗലത്തെ കർഷക ദമ്പതികളുടെ കൃഷിയിടത്തിലെ പടവലങ്ങൾ. വളർച്ച നിലക്കാതെ 300 മീറ്ററോളം നീളത്തിലാണ് പടവലങ്ങൾ വളർന്നു വരുന്നത്. നിലവിലെ ഗിന്നസ് റെക്കോർഡ് തകർക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഇവർ. പരമ്പരാഗത കർഷക കുടുംബാംഗമായ ലാലിച്ചൻ ജോളി ദമ്പതികൾ രാമലൂരിലെ കൃഷിയിടത്തിൽ നട്ടുവളർത്തിയതാണ് ഈ അത്ഭുത പടവലങ്ങൾ. ഓരോ പടവലത്തിനും 3 മീറ്ററോളം നീളമുണ്ട്. വീട്ടാവശ്യങ്ങൾക്കായി നട്ട പച്ചക്കറികളുടെ കൂട്ടത്തിലാണ് പടവലവും കൃഷി ചെയ്തത്. കോതമംഗലം സൊസൈറ്റിയുടെ സ്റ്റാളിൽ നിന്നാണ് ഇതിന്റെ വിത്ത് വാങ്ങിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇത് നട്ടു. ഇത്രയും നല്ല ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ പാവലും വെണ്ടയെല്ലാം കൃഷി ചെയ്യാറുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സ്റ്റാളിൽ നിന്നാണ് വിത്തുകൾ വാങ്ങിയത്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ ചേർത്ത് 8 ദിവസം പുളിപ്പിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് വളമായി ഉപയോഗിക്കുന്നത്. വലിപ്പം കൊണ്ട് ശ്രദ്ധേയമായ പടവലങ്ങൾ കാണാൻ ധാരാളം പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മീഡിയ 1 കൊച്ചി. കോട്ടയം എലിക്കുളം പഞ്ചായത്തിലെ പുതിയൊരംഗത്തെ പരിചയപ്പെടാം. ആളുകളെ സ്വീകരിച്ച സേവനങ്ങൾ ഉറപ്പാക്കുന്ന കക്ഷിയാണ് ഇപ്പോൾ നാട്ടിലെ താരം. സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ പഞ്ചായത്തിൽ ആളുകളുടെ തിരക്കാണ്. ഇതാണ് എലീന. ഈ റോബോട്ടാണ് എലിക്കുളം പഞ്ചായത്തിൽ കൗതുകമുണർത്തുന്ന പുതിയ അതിഥി. ഓഫീസിലെത്തുന്ന ഓരോരുത്തരെയും കൈകൂപ്പി സ്വീകരിക്കുന്നത് മലയാളി വനിതയുടെ രൂപത്തിലുള്ള എലീനയാണ്. പാത്താമുട്ടം സെയിന്റ് ഗീറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികളും പനമറ്റം സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് എലീനയെ നിർമ്മിച്ചത്. നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സേവനങ്ങൾ നൽകാൻ റെഡിയാണ് ഈ താരം. ഇത് വരുന്ന മുഴുവൻ ആളുകൾക്കും ഫ്രണ്ട് ഓഫീസിൽ അവരെ സ്വാഗതം ചെയ്യുകയും അവർക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് വാർദ്ധക്യ പെൻഷനാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രീൻ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സെക്ഷൻ ഏതാണെന്നും അത്തരം കാര്യങ്ങളെല്ലാം പറയുകയും ഭാവിയിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സഹിതം എടുത്തു കൊടുക്കുന്ന രീതിയിലാണ് അതിന്. ചീഫ് വിപ്പ് N ജയരാജ് റോബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർദ്ദേശിക്കപ്പെട്ട 80-ലധികം പേരുകളിൽ നിന്നാണ് എലീന എന്ന പേര് റോബോട്ടിന് നൽകിയത്. ഇതിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതൊരു മൊബൈൽ റോബോട്ടാണ്, അതേസമയം ഒരു ഒരു ഹ്യൂമനോയിഡ് റോബോട്ടും കൂടെയാണ്. അത് 2 രീതിയിൽ അത് വരുന്നവരെ അത് വെൽക്കം ചെയ്യാനും നമസ്കാരം പറയാനും അത് വെൽക്കം ചെയ്യുകയും പിന്നീട് പഞ്ചായത്തിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട റെസ്പോൺസ് കൊടുക്കാനും ഈ റോബോട്ടിന് സാധിക്കും. റോബോട്ട് നിർമ്മാണത്തിനായി പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും 3.5 ലക്ഷം രൂപ ചെലവഴിച്ചു. മീഡിയ 1 കോട്ടയം.